പ്രൈസ് ദി ലോർഡ്. ഡിവൈൻ ബ്ലെസ്സിങ്സിലേക്കുള്ള നന്ദിയും വന്ദനവും അറിയിക്കുന്നു. നമുക്ക് വീണ്ടും ഒരവസരം കൂടെ കർത്താവപ്പച്ചൻ തന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും നമുക്ക് കൂടാൻ സഹായിച്ചു. ദൈവത്തിൻ്റെ പരിപാലനവും കാവലും നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വചനം 18-ാം സങ്കീർത്തനം അതിൻ്റെ 19-ാമത്തെ വാക്യമാണ്. അവൻ എന്നെ വിശാലതയിലേക്ക് കൊണ്ടുവന്നു, എന്നിൽ പ്രസാദിച്ചിരുന്നുകൊണ്ട് എന്നെ വിടുവിച്ചു. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എപ്പോഴാണ് വിശാലത വരുന്നത്? ദൈവത്തിന് നമ്മിൽ പ്രസാദമുണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു വിശാലത ഉണ്ടാകും. നമ്മുടെ ജീവിതം എപ്പോഴും കർത്താവിനെ പ്രസാദിപ്പിച്ച് മുന്നോട്ട് ജീവിക്കുന്നവരായിരിക്കണം നമ്മളെല്ലാവരും. ദാവീദിൻ്റെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടങ്ങളിലൂടെ ദാവീദ് കടന്നുപോയി. തൻ്റെ ചെറുപ്രായം മുതൽ സ്വകുടുംബത്തിൽ നിന്ന്, നാട്ടിൽ നിന്ന്, രാജാക്കന്മാരിൽ നിന്ന് പല മേഖലകളിൽ പല പ്രശ്നങ്ങൾ കടന്നു വന്നു. എന്തിനാണ് ഈ പ്രശ്നങ്ങളെല്ലാം ജീവിതത്തിന് നേരെ വന്നത്? അതിൽ നിന്നെല്ലാം വിടുവിപ്പാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട് എന്ന് ദാവീദിനെ പഠിപ്പിക്കുകയായിരുന്നു. ദാവീദ് അത് പഠിക്കുക മാത്രമല്ല, താൻ വിശ്വസിച്ച ദൈവത്തിൽ അല്പം പോലും അവിശ്വസിക്കാതെ പൂർണ്ണമായിട്ട് താൻ ദൈവത്തിൽ വിശ്വസിച്ചതിൻ്റെ ഫലമാണ്, അതിൻ്റെ അടയാളമാണ് താൻ രാജാവായി തീർന്നിട്ടും താൻ ആ ദൈവത്തിൻ്റെ മുൻപിൽ നൃത്തം ചെയ്ത് ആരാധിച്ചത്. ചില വ്യക്തികൾ കർത്താവിനെ അറിയാൻ കാരണമാകുന്ന സന്ദർഭങ്ങൾ വളരെ കഷ്ടത്തിലായിരിക്കും, തീച്ചുളയിലായിരിക്കും. കർത്താവിനെ അറിഞ്ഞു, കർത്താവ് നന്മകൾ കൊടുത്തു, ഇടമുണ്ടാക്കി, വർധന കൊടുത്തു, വിശാലത കൊടുത്തു, പല നിലയിലുള്ള നന്മകൾ അനുഭവിച്ചു. എന്നാൽ അത് കഴിഞ്ഞപ്പോൾ പിന്നീട് ആ പ്രിയപ്പെട്ടവർ കർത്താവ് നടത്തിയ ആ വഴികളെല്ലാം മറന്നുപോയി. പ്രാർത്ഥനയിൽ സഹായിച്ചവരെ മറന്നു, ഭൗതികമായി കൊടുത്ത് സഹായിച്ചവരെ മറന്നു, എല്ലാ മേഖലയിലും കൈക്ക് പിടിച്ച് നടത്തിയവരെയൊക്കെ മറന്നുപോയി. ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു സഹോദരനെ കണ്ടു. താൻ വലിയ കഷ്ടത്തിൽ ഇരുന്നപ്പോഴൊക്കെ ചെന്ന് തനിക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കുകയും സഹായിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ സഹോദരൻ വളരെ റിച്ചായി, നമുക്ക് ചിന്തിക്കാൻ വയ്യാത്ത ഒരു നിലയിലെത്തി. എന്നാൽ ഈ അടുത്ത കാലങ്ങളിൽ ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പെരുമാറ്റവും ഇടപെടിയിലും ആ രീതിയും ശൈലിയും ഒക്കെ കണ്ടപ്പോൾ വളരെ വിഷമം തോന്നി. ദൈവം കർത്താവായ യേശു നമ്മെ ഉയർത്തി കഴിയുമ്പോൾ നിങ്ങളെ നടത്തുന്നവരെ മറക്കരുത്, നടത്തിയവരെ മറക്കരുത്. അത് തിരുവചനം ഓർപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ വിശാലതയിലേക്ക് കൊണ്ടുവരുന്ന ദൈവം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർ, ഇന്നത്തെ നിങ്ങളുടെ സിറ്റുവേഷൻ, നിങ്ങളുടെ സാഹചര്യം ഒരു ഞെരുക്കമാണെങ്കിലും ഒരു വിശാലതയിലേക്ക് കൊണ്ടുവരുവാനിടയായിത്തീരും. ഇന്ന് വിശ്വാസ ജീവിതത്തിൽ ഇറങ്ങിത്തിരിച്ച പലർക്കും കഴിഞ്ഞ കാലങ്ങളിൽ, വർഷങ്ങൾക്ക് മുമ്പ് പുറകോട്ട് നോക്കുമ്പോഴും ഒരുപാട് പീഡനങ്ങളിലൂടെ കടന്നുപോയവരുണ്ട്. പക്ഷേ അതെല്ലാം സുവിശേഷീകരണത്തിൻ്റെ വർധനവിന് കാരണമായി തീർന്നിട്ടുണ്ട്. പീഡനമെന്ന് പറയുന്നത് ചിലരുടെ വിശ്വാസത്തിൻ്റെ വർധനവിന് കാരണമായി. ചിലരുടെ
വിശ്വാസത്യാഗത്തിന് കാരണമായി തീർന്നിട്ടുണ്ട്. പീഡനങ്ങൾ, കഷ്ടങ്ങൾ. ചിലർ ഈ കഷ്ടം സഹിപ്പാൻ വളരെ തയ്യാറോടെ മുന്നോട്ട് വന്നു. അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് പഠിക്കുമ്പോൾ പൗലോസിൻ്റെ ജീവിതം രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് താൻ മറ്റുള്ളവരെ, വിശ്വാസ ജീവിതത്തിൽ പോകുന്നവരെ തകർക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ താൻ യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ തൻ്റെ ജീവിതമെല്ലാം മാറി. തൻ്റെ ഓരോ ശുശ്രൂഷയിലും തന്നെ വെളിപ്പെടുത്തുക എന്നുള്ളതിനേക്കാൾ ഉപരി കർത്താവായ യേശുവിനെ വെളിപ്പെടുത്തുക എന്നുള്ളതായിരുന്നു തൻ്റെ ലക്ഷ്യം. നമ്മുടെ ജീവിതത്തിൽ വിശാലത മുൻപിലുണ്ട്. നാം നമ്മളെ ഉയർത്തുന്നതിനേക്കാൾ ഉപരി കർത്താവിനെ ഉയർത്തുന്നവരായി നാം മാറ്റപ്പെടണം. പൗലോസിൻ്റെ ജീവിതത്തിൽ പല മിഷണറി യാത്രകൾ ചെയ്തു. മൂന്നാം മിഷണറി യാത്രയുടെ അവസാനത്തിൽ നമുക്കവിടെ കാണുവാൻ കഴിയുന്നു, യെരുശലേമിലെത്തിയപ്പോൾ യഹൂദന്മാരുടെ കൂട്ടം അവനെ കുറ്റമാരോപിച്ച് അവനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി. 2 വർഷത്തോളം അവൻ ജയിലിൽ, കാരാഗ്രഹത്തിൽ കിടക്കേണ്ടി വന്നു. അവിടുന്ന് താൻ പ്രതികൂലങ്ങൾ സഹിച്ച്, കഷ്ടം സഹിച്ച്, കാരാഗ്രഹവാസം കഴിഞ്ഞതിന് ശേഷം താൻ പുറത്തു വന്നപ്പോഴും കർത്താവിനെക്കുറിച്ചുള്ള ചിന്ത തന്നെ ഭരിച്ചിരുന്നു. അതിനല്പം പോലും കേട് വന്നില്ല. അല്പം പോലും അത് ഉപേക്ഷിക്കുവാൻ ഇടയായില്ല. തൻ്റെ ജീവിതത്തിൽ 4ാം മിഷണറി യാത്രയിൽ ചരിത്രപരമായ ഭാഗങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്, തൻ്റെ 4ാം മിഷണറി യാത്രയിൽ സ്പെയിനിൽ വരെ താൻ യാത്ര ചെയ്തു. താൻ ഒരു കുറ്റവും ചെയ്യാത്ത തന്നെ അന്നത്തെ നീറോ ചക്രവർത്തി തൻ്റെ കഴുത്ത് വെട്ടിക്കളഞ്ഞു, വെട്ടിമുറിച്ച് 2ആക്കി കളഞ്ഞു. എന്നാൽ തൻ്റെ ജീവിതത്തിൻ്റെ അവസാനം വരെ ആ കർത്താവിന് വേണ്ടി നിന്നു. ഈ ഒരു വലിയ പ്രതികൂലം പൗലോസിൻ്റെ ജീവിതത്തിൽ വന്നതുകൊണ്ട് സുവിശേഷീകരണം നിന്നുപോയില്ല. ഇന്നും അത് വർദ്ധിച്ച്, അത് പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലെ പ്രതികൂലങ്ങൾ നമ്മെ ക്രിസ്തുവിൽ നിന്ന് അകറ്റുന്നതായി മാറരുത്, നമ്മെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുന്നതായി തീരണം. സ്തോത്രം. നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും വൈതരണികളിലൂടെ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ ആ വൈതരണികളുടെ മുൻപിൽ നിങ്ങൾ ക്ഷീണിച്ചു പോകരുത്, നിങ്ങൾ തളർന്നു പോകരുത്. നിങ്ങൾ വിശ്വാസം ഏറ്റെടുക്കണം. സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചിട്ടും മറ്റുള്ളവരാൽ തളയ്ക്കപ്പെട്ടും തകർക്കപ്പെട്ടും ഇരിക്കുന്നവരുണ്ട്. അല്ലാതെ തന്നെ വിശ്വാസ ജീവിതത്തിൽ ഇറങ്ങിത്തിരിച്ചിട്ട് ക്ഷീണിച്ചു പോയവരുണ്ട്. ഇല്ല, എങ്ങനൊരു വഴി ഒരുങ്ങും, എങ്ങനൊരു നന്മ കിട്ടും, ആര് പറഞ്ഞു തരും, ആര് കാണിച്ചു തരും എന്ന് പറഞ്ഞ് ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട്, നിങ്ങളുടെ വഴി കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ച യേശു കർത്താവാണ്. ആ യേശുവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ ഒരു വലിയ വിശാലത നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ആരെങ്കിലും പറഞ്ഞ വിഷയങ്ങൾ സംബന്ധിച്ച് ആന്തരികമായ മുറിവുകളാൽ ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, പഴയ പല കാര്യങ്ങളും ഓർത്ത് ചിന്തിച്ച്, അവരെനിക്കൊരു നന്മ ചെയ്തില്ലല്ലോ, അവരെനിക്കൊരു വഴി ഒരുക്കിയില്ലല്ലോ, എൻ്റെ കഷ്ടത്തിൽ അവരെന്നെ സഹായിച്ചില്ലല്ലോ, എൻ്റെ കഷ്ടത്തിൽ അവരെന്നെ അല്പം കൂടെ ബുദ്ധിമുട്ടിച്ചല്ലോ എന്നൊക്കെ ചിന്തിക്കുന്ന ചിന്തകൾ, എൻ്റെ ഭാര്യയുടെ ഇടപാടുകൾ, എൻ്റെ ഭർത്താവിൻ്റെ ഇടപാടുകൾ, എൻ്റെ കുഞ്ഞുങ്ങളുടെ ഞങ്ങളോടുള്ള ഇടപാടുകൾ എല്ലാം വളരെ മുറിവുകളുണ്ടാക്കി എന്ന് ചിന്തിച്ചിരിക്കുന്നവർ ഉണ്ടെങ്കിൽ അതെല്ലാം മറക്കുകയും ക്ഷമിക്കുകയും നമ്മുടെ ഹൃദയം തുറന്ന് അവരെ അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. എല്ലാം മറക്കുക, എല്ലാം ക്ഷമിക്കുക. എല്ലാം മറക്കുക, എല്ലാം ക്ഷമിക്കുക. മറക്കുന്ന ഒരു ഹൃദയം, ക്ഷമിക്കുന്ന ഒരു ഹൃദയം നമ്മുടെ ജീവിതത്തിൽ
ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. സ്തോത്രം. ആമേൻ. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു വിശാലത വരും. പലപ്പോഴും ഇന്നും ഇടുക്കത്തിൽ കിടക്കുന്നത് ക്ഷമിക്കപ്പെടാത്ത ഒരു ജീവിതം ചെയ്യുന്നത് കൊണ്ടാണ്. ക്ഷമിക്കപ്പെടുന്ന ഒരു ജീവിതം, നമ്മെ ദ്രോഹിച്ചവർ ഉണ്ടെന്നിരിക്കട്ടെ, നമ്മെ ശപിച്ചവർ, നമുക്കെതിരെ കുത്തുവാക്കുകൾ പറഞ്ഞവർ, നമ്മുടെ ജീവിതത്തിൽ ഒരു സൈഡിൽ നമ്മളോടൊപ്പം സംസാരിച്ച് മറു സൈഡിൽ നമുക്കെതിരായി സംസാരിക്കുന്നവർ ഉണ്ട് എന്നിരിക്കട്ടെ, അതെല്ലാം ക്ഷമിക്കുകയും മറക്കുകയും ചെയ്യുക. ദൈവം കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ഭൗതിക നന്മകൾ, താലന്തുകൾ, എഴുതാനുള്ള താലന്തുകൾ, ഇതെല്ലാം വേറൊരാളിനെ തകർക്കാൻ വേണ്ടിയല്ല, വേറൊരാളിനെ പണിയാൻ വേണ്ടിയാണ്, വേറൊരാളിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് എന്ന് ഈ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അവൻ എന്നെ വിശാലതയിലേക്ക് കൊണ്ടുവന്നു, എന്നിൽ പ്രസാദിച്ചതുകൊണ്ട് എന്നെ വിടുവിച്ചു. കർത്താവ് നമ്മിൽ പ്രസാദിക്കുവാൻ തക്കവണ്ണം എന്ത് ചെയ്യണം? ദൈവത്തിനിഷ്ടമായ നിലയിൽ നാം മുന്നോട്ട് പോകുന്നവരായിരിക്കണം. സ്തോത്രം. 4-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ അവിടെ വായിക്കുന്നു, വിശാലത. ആമേൻ. എന്നെ ശ്രദ്ധിക്കുന്ന ചിലർ ഒരു വിശാലത, ഈ പുതിയ വർഷം 2016 ഈ 3-ാം മാസം ഒക്കെ ആകുമ്പോൾ ഒരു വിശാലത എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്, അതിനുവേണ്ടി കൊതിക്കുന്നവരുണ്ട്. എന്നാൽ 4-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, എൻ്റെ ഞെരുക്കത്തിൽ ഞാൻ യഹോവയോട് നിലവിളിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി എന്നെ വിശാല സ്ഥലത്താക്കി. നമ്മുടെ ജീവിതത്തിൽ ഞെരുക്കുന്ന അനുഭവങ്ങൾ, പലരുടെ വാക്കുകൾ നിമിത്തം ഞെരുക്കുന്ന അനുഭവങ്ങൾ, ആമേൻ, പല നിലയിൽ നമ്മളെ ഞെരുക്കുന്നവർ ഒക്കെയുണ്ട്. ആ നിലകളിൽ കർത്താവ് ഒരു വിടുതൽ നൽകി തരും. ഈ അടുത്ത സമയത്ത് ആമേൻ, ഒരാൾ തനിക്കാണ് കുടുംബം എന്ന് പറഞ്ഞു വച്ചിരുന്നു. പിതാവ്, മാതാവ് അവരെല്ലാം തയ്യാറാക്കി വെച്ചു, തനിക്കാണ് കുടുംബം. എന്നാൽ അവരുടെ കാലം കഴിഞ്ഞപ്പോൾ ആ വീട്ടിൽ വലിയ പ്രശ്നമുണ്ടായി. സഹോദരങ്ങൾ വല്ലാതെ തന്നെ പീഡിപ്പിച്ചു, ബുദ്ധിമുട്ടിച്ചു. തനിക്ക് വേറെ വഴിയില്ല. നേരത്തെ മറ്റുള്ളവർക്കെല്ലാം വീതം കൊടുത്തതാണ്. വീണ്ടും പ്രശ്നങ്ങളുണ്ടായി. താൻ അവസാനം ആ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട സാഹചര്യം വന്നു. തൻ്റെ ജീവിതത്തിൽ എന്നും സഹോദരങ്ങളോട് വിദ്വേഷവും പിണക്കവും ഒക്കെ ഉണ്ടായി. ആമേൻ. ഒരിക്കൽ താൻ യേശുവിലേക്ക് വന്നു. യേശുവിലേക്ക് വന്നപ്പോൾ അതെല്ലാം ക്ഷമിച്ചു. തൻ്റെ ജീവിതത്തിൽ ആ കർത്താവിന് വേണ്ടി സമർപ്പിച്ചപ്പോൾ തനിക്ക് വിദേശത്ത് പോകുവാൻ ഒരു നല്ല വഴി ദൈവം ഒരുക്കി കൊടുത്തു. താൻ നാട്ടിൽ നിൽക്കുന്നതിൻ്റെ ഇരട്ടിയല്ല, 10 ഇരട്ടിയല്ല, 20 ഇരട്ടിയല്ല, അങ്ങനത്തെ ഒരു നന്മ ദൈവം തനിക്ക് കൊടുത്തു. തനിക്ക് മനോഹരമായ ഒരു വീട് ഈ അടുത്ത സമയത്ത് താൻ വാങ്ങിപ്പാൻ ദൈവം ഇടയാക്കി. അത് താൻ സന്തോഷത്തോടെ തൻ്റെ സ്വത്ത് വേണ്ട എന്ന് വെച്ചു. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വന്ന് ദൈവത്തിങ്കിലേക്ക് ഏൽപ്പിച്ചാൽ മറ്റുള്ളവർ, സ്നേഹിതർ, ഒരമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്നവർ ഒക്കെ നിന്നെ തകർക്കാൻ നോക്കും. സ്വത്ത് നിമിത്തം നിന്നെ പീഡിപ്പിക്കും. പല നിലകളിൽ ദോഷം ചെയ്തു കാണും. സാരമില്ല, തൽക്കാലം അവർക്കൊരു നന്മയെന്ന് തോന്നും. പക്ഷേ പിന്നത്തേതിൽ അത് ദുഃഖകരമായി തീരും. നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ ഇങ്ങനെ പീഡിപ്പിക്കുന്നവരുണ്ടെങ്കിൽ അതെല്ലാം നിർത്തിവെച്ചിട്ട് ആമേൻ, മറ്റുള്ളവരെ അനുഗ്രഹിക്കുകയും നമുക്കുള്ളതിൻ്റെ ഒരു ഭാഗം മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യുന്ന ഒരു നല്ല അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ. കർത്താവ് നമ്മളെ വിശാലതയിലേക്ക് കൊണ്ടുവരും. എൻ്റെ ഞെരുക്കത്തിൽ ഞാൻ യഹോവയോട് നിലവിളിച്ചു, അവൻ എനിക്ക് വിശാലത വരുത്തി. ഒരിക്കൽ മോശ ഇസ്രായേൽ ജനവുമായി കനാനിലേക്ക് പോകുന്ന സന്ദർഭം, മിസ്രയീമിൽ നിന്ന് വരുന്ന വഴിയാണ്. ചെങ്കടലിൻ്റെ മുമ്പിൽ വന്നു. ജനമെല്ലാം അവനെ ഞെരുക്കി. എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അറിയാൻ പറ്റുന്നില്ല. പുറകിൽ അതിഭയങ്കരമായ ഫറവോനും സൈന്യവും. ആമേൻ. അതിൻ്റെ മുമ്പിൽ മോശ ഞെരുങ്ങുകയാണ്, ഞരങ്ങുകയാണ്. എന്നാൽ ദൈവത്തോട് ചോദിച്ചു, എന്തു ചെയ്യണം? ആമേൻ. ഞെരുക്കുന്ന വിഷയങ്ങളുടെ മുൻപിൽ എന്തു ചെയ്യണം
ഒരു ചിന്ത വരുമ്പോൾ ആ ചിന്ത കർത്താവിനോട് ഷെയർ ചെയ്യണം, കർത്താവിനോട് പങ്കുവെക്കുന്നവരായിരിക്കണം. അങ്ങനെ പങ്കുവെച്ചാൽ നിശ്ചയമായിട്ടും ഒരു ഭയങ്കരമേറിയ ഒരു വിടുതൽ, ഒരു ഉത്തരം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കും. യഹോവയായ ദൈവം മോശയോട് പറഞ്ഞു, മോശേ, നിൻ്റെ കയ്യിലിരിക്കുന്ന വടി നീ മുമ്പോട്ട് നീട്ടുക, നിനക്കൊരു വിശാലത മുൻപിലുണ്ട്. മോശയുടെ ജീവിതത്തിലോ ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിലോ അന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു വിശാലത, ഒരത്ഭുതം, ഒരു മിറക്കിൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു. നിങ്ങളുടെ ജീവിതത്തിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക, വഴി അടഞ്ഞു, പുറകിൽ ശത്രു, ഫിനാൻസുകാർ പുറകെ, പാട കൊടുക്കാൻ നിവർത്തിയില്ല, സ്വന്തം വീട് വിട്ടോടി, എല്ലാം നഷ്ടപ്പെട്ടു, ജോലി നഷ്ടപ്പെട്ടു, ഹല്ലേലൂയ, വേണ്ടപ്പെട്ടവർ നമ്മെ തള്ളിക്കളഞ്ഞു, രക്തബന്ധങ്ങൾ നാം അവരുടെ സ്വന്തമാണെന്ന് പറയാൻ മടി കാണിക്കുന്ന സാഹചര്യങ്ങൾ മുൻപിൽ വരാം. നീ കർത്താവിൻ്റെ മുൻപിൽ നാം കർത്താവിന് വേണ്ടി സമർപ്പിച്ച് കർത്താവിനായിട്ട് വിട്ടുകൊടുത്താൽ നമ്മുടെ മുൻപിൽ ഞെരുക്കം മാറി ഒരു വിശാലത കർത്താവ് ഒരുക്കും. അതുകൊണ്ട് അവിടെ പറഞ്ഞിരിക്കുന്നത്, എൻ്റെ ഞെരുക്കത്തിൽ ഞാൻ യഹോവയോട് നിലവിളിച്ചു, അവനെനിക്ക് ഉത്തരമരുളി, എന്നെ വിശാല സ്ഥലത്താക്കി. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നനുഭവിക്കുന്ന ഞെരുക്കം മാറ്റി ഒരു വിശാലതയിലേക്ക് കർത്താവ് ഒന്ന് പറിച്ചു നടാൻ പോവുക. ഈ പറിച്ചു നടിയിൽ എന്തിനാണെന്നറിയാമോ? വളരാനാ, യഥോചിതം വളരാൻ. ഒരിടത്തു നിന്ന് പറിച്ച് മറ്റൊരിടത്ത് നടുന്നു. ഇപ്പോഴത്തെ സാഹചര്യം വളരെ മോശം, വളരാൻ പ്രയാസം. വളർത്താത്തവർ മുൻപിൽ നിൽക്കുന്നു, പിൻപിൽ നിൽക്കുന്നു, ദുഷിക്കുന്ന വാക്കുകൾ ഉറക്കെ പ്രഖ്യാപിക്കുന്നു, പരദൂഷണങ്ങൾ പറയുന്നു, അപവാദങ്ങൾ നിമിത്തം നിന്നെ കത്തിക്കാൻ നോക്കുന്നു, ദേശത്ത് നിർത്താതിരിക്കാൻ നോക്കുന്നു. പലരും ശ്രമിക്കുന്നു. പക്ഷേ ശ്രമിക്കുന്നവർ ദേശം വിട്ടുപോകും. പക്ഷേ നീ കർത്താവിന് വേണ്ടി നിന്നാൽ നിന്നെ കർത്താവ് ദേശത്ത് നടുക മാത്രമല്ല, വളരുമാറാക്കും. ആ വളർത്തുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് സമർപ്പിക്കുക. എൻ്റെ ഞെരുക്കത്തിൽ ഞാൻ യഹോവയോട് നിലവിളിച്ചു. രോഗമെന്ന ഞെരുക്കം, പണമെന്ന ഞെരുക്കം, കുഞ്ഞുങ്ങൾ നിമിത്തം ഭാര്യാഭർത്തൃ ബന്ധത്തിലുള്ള ഞെരുക്കം, ജോലി സ്ഥാനത്തു നിന്നുള്ള ഞെരുക്കം. ജോൺസൺ, പരിശുദ്ധാത്മാവ് നിന്നോട് ഓർപ്പിക്കുന്നു, സൗദിയിൽ നിൻ്റെ ജോലി സ്ഥലത്തു നിന്ന് നിന്നെ ഓടിക്കാൻ വലിയ പ്രശ്നങ്ങൾ നീ ഫേസ് ചെയ്യുന്നുണ്ട്. നിൻ്റെ കൂട്ടുകാരിൽ നിന്നും കൂടെ ജോലി ചെയ്യുന്നവരിൽ നിന്നും എല്ലാം പ്രശ്നമായിട്ട് നിനക്ക് തോന്നുകയാണ്. ഇന്ന് നീ ആ നെഗറ്റീവ് ചിന്ത വിട്ടിട്ട് നിൻ്റെ വിഷയം കർത്താവിൽ അങ്ങോട്ട് ഏൽപ്പിച്ചുകൊണ്ട് കർത്താവ് ഒരു ഭയങ്കരമേറിയ വിടുതൽ യേശു കൽപ്പിക്കാൻ പോവുകയാണ്. പ്രൈസ് ഗോഡ്. കർത്താവ് നമുക്ക് വേണ്ടി വലിയ വാതിലുകൾ കർത്താവ് തുറക്കാൻ പോവുകയാണ്. സ്തോത്രം. 66-ാം സങ്കീർത്തനം 12-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, എങ്കിലും നീ ഞങ്ങളെ പിന്നത്തേതിൽ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നെത്തിച്ചിരിക്കുന്നു. പിന്നത്തേതിൽ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നു. സ്തോത്രം. പ്രൈസ് ഗോഡ്. 12-ാം വാക്യത്തിൽ അതിൻ്റെ 10 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു, വെള്ളി ഊതിക്കഴിക്കും പോലെ നീ ഞങ്ങളെ ഊതിക്കഴിച്ചിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നം, കുടുംബ പ്രശ്നം, തകർച്ച, രാഷ്ട്രീയ രംഗത്തെ പ്രശ്നം, എല്ലാവരും നിനക്കെതിരായി എഴുന്നേറ്റ സന്ദർഭങ്ങൾ, നീ അവിടെ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. കർത്താവിൻ്റെ അത്ഭുതത്തിൻ്റെ കരം കണ്ട് സന്തോഷിക്കാൻ പോവുകയാണ്. എങ്കിലും പിന്നത്തേതിൽ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ദൈവമേ, നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു, വെള്ളി ഊതിക്കഴിക്കും പോലെ നീ ഞങ്ങളെ ഊതിക്കഴിച്ചിരിക്കുന്നു. നീ ഞങ്ങളെ വലയിലകപ്പെടുത്തി ഞങ്ങളുടെ മുതുകത്തൊരു വലിയ ഭാരം വെച്ചിരിക്കുന്നു. നീ മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടുമാറാക്കി. ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു, എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ആദ്യത്തെ ഘട്ടങ്ങൾ തീ, വെള്ളത്തിലൂടെയുള്ള ഇങ്ങനെയുള്ള പരിശോധന, പലവിധ വേദനകളിലൂടെ പോകുന്നു. നിൻ്റെ കുടുംബം തകർന്നുപോയി, പിരിഞ്ഞുപോയി, നല്ല പ്രതീക്ഷയോടെ കുടുംബജീവിതത്തിൽ പ്രവേശിച്ചു. ഇന്നും വിവാഹം കഴിഞ്ഞു, ഒരു ദുഃഖം. എന്താ ദുഃഖം? മക്കളില്ലാത്തത്. മക്കളില്ലാത്ത ദുഃഖം മാത്രമല്ല, ബിസിനസ്സിൽ പ്രശ്നം, നിൻ്റെ വീട്ടിലും ഹസ്ബൻഡിൻ്റെ വീട്ടിലും രോഗം നിമിത്തമുള്ള പ്രശ്നം. എത്ര കയ്യിൽ കിട്ടിയാലും
ഒന്നും മിച്ചമില്ലാത്ത സാഹചര്യം, ഇത് മുഴുവനും കർത്താവ് മാറ്റിയെടുക്കും. കർത്താവിലേക്ക് ഏൽപ്പിക്കുക. അതുകൊണ്ട് അവിടെ ഓർപ്പിക്കുന്നത്, അവൻ എന്നെ വിശാലതയിലേക്ക് കൊണ്ടുവന്നു. ഒരു വിശാലത യേശു നൽകിത്തരാൻ പോവുക. നിങ്ങൾ വിശ്വസിക്കുന്നോ? വിശ്വസിക്കാൻ പറ്റുമോ? കർത്താവ് ഒരു വലിയ വിശാലത ജീവിതത്തിൽ കൽപ്പിക്കും. ആ വിശാലതയ്ക്ക് വേണ്ടി നമുക്കൊരുങ്ങാം. ആമേൻ. എൻ്റെ ഞെരുക്കത്തിൽ ഞാൻ യഹോവയോട് നിലവിളിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി, എന്നെ വിശാല സ്ഥലത്താക്കി. ഈ സമയം എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ഹൃദയം യേശുവിന് വേണ്ടി കൊടുക്കുക. യേശു വസിക്കുന്നത് ഒരു പള്ളിയിലോ പുണ്യസ്ഥലങ്ങളിലോ ഒന്നുമല്ല, നിങ്ങളുടെ വീടിനകത്തൊന്നുമല്ല. യേശു വസിക്കുന്നത് നമ്മുടെ ഹൃദയമെന്ന ശരീരത്തിലാണ്, ഹൃദയത്തിലാണ്. ഈ മന്ദിരം വിശുദ്ധമായി കാത്തു സൂക്ഷിക്കണം. മദ്യപിക്കുന്നവർ, കഞ്ചാവ്, സിഗരറ്റ്, പാപപ്രവൃത്തികളിൽ ഒക്കെ നീങ്ങുന്നവർ ഓർത്തോണം, ഇതുകൊണ്ട് നിങ്ങളുടെ ജീവിതം തീരുകയല്ല. ഇത് കഴിഞ്ഞും മനുഷ്യനൊരു ജീവിതമുണ്ടെന്ന് എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നു. എന്നാൽ ഇവിടുത്തെ ജീവിതത്തിലെ നന്മയും നിത്യജീവിതത്തിലെ നന്മയും അനുഭവിക്കണമെങ്കിൽ നമ്മുടെ ജീവിതം കർത്താവിനായി സമർപ്പിക്കണം. യേശു കാൽവരി ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഈ യേശു താമസിയാതെ തനിക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന തൻ്റെ വിശുദ്ധന്മാരെ ചേർപ്പാൻ മധ്യാകാശത്തിൽ വെളിപ്പെടും. ഈ മധ്യാകാശത്തിൽ വെളിപ്പെടുന്ന യേശു കർത്താവിൻ്റെ മണവാട്ടിയായി തീരണമെങ്കിൽ നാം യേശുവിന് വേണ്ടി ഹൃദയം കൊടുക്കുകയും യേശുവിൻ്റെ വാക്കാകുന്ന സ്നാനം, യേശു യോർദാൻ നദിയിലിറങ്ങി യോഹന്നാൻ്റെ കൈക്കീഴിൽ സ്നാനപ്പെട്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ആ കർത്താവിൻ്റെ വാക്ക് അനുസരിക്കൂ. ഒരു സഭയും നിങ്ങളെ രക്ഷിക്കുകയില്ല, ഒരു മതങ്ങളും നിങ്ങളെ രക്ഷിക്കുകയില്ല, ഒരു മനുഷ്യനും നിങ്ങളെ രക്ഷിക്കുകയില്ല. ആമേൻ ലീഡേഴ്സും നമ്മെ രക്ഷിക്കുകയില്ല. നമ്മെ രക്ഷിക്കാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തി യേശു കർത്താവ് മാത്രമാണ്. ആ യേശുവിൽ വിശ്വസിക്കൂ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പിതാവേ, ഇന്ന് ഈ സമയം ആമേൻ ഈ പ്രോഗ്രാമിലൂടെ ശ്രദ്ധിക്കുന്ന അങ്ങയുടെ മക്കൾക്കായിട്ട് സ്തോത്രം. ഈ മക്കളെ അങ്ങ് അനുഗ്രഹിക്കുകയും അങ്ങ് മാനിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ വലിയ പ്രവൃത്തി വെളിപ്പെടുത്തേണ്ടതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പ്രവൃത്തികൾ ചെയ്തെടുക്കണമേ, പ്രവൃത്തികൾ ചെയ്തെടുക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. രോഗികളെ ഇപ്പോൾ ഡാഡി അങ്ങ് സൗഖ്യമാക്കണമേ. ആമേൻ. വിശാലതയില്ലാതെ വർധനവില്ലാതിരിക്കുന്ന ജനത്തിനൊരു വർധനവ് കൊടുക്കണമേ. ആമേൻ. കർത്താവ് ഇന്ന് കേട്ട വചനം ശക്തിയുള്ളതാണ്, അത് കുറവ് തീർക്കുന്നതാണ്. ആ വചനം വെച്ച് ഒരു വലിയ വിടുതൽ സംഭവിക്കട്ടെ. യേശു അത്ഭുതം ചെയ്യണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. നിങ്ങളെല്ലാവരും ആരാധനകളിൽ കടന്നു വന്ന് അനുഗ്രഹം പ്രാപിക്കാൻ ഓർപ്പിക്കുന്നു. എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മുതൽ 1 മണി വരെ കരവാളൂർ ഡിവൈൻ വർഷിപ്പ് സെൻറ്ററിൽ വെച്ച് അനുഗ്രഹിക്കപ്പെട്ട സ്തുതി ആരാധന നടക്കുന്നു. നിങ്ങളെല്ലാവരും വന്ന് ജോയിൻ ചെയ്യാൻ ഓർപ്പിക്കുന്നു. അതുപോലെ എല്ലാ ചൊവ്വാഴ്ചയും ഇവിടെ രാവിലെ 10 മുതൽ 12:30 വരെ അനേക വിഷയങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം യൗവനക്കാർ ഇവിടെയുണ്ട്. നിങ്ങൾ നിങ്ങളുടെ വിഷയങ്ങളുമായി കടന്നു വന്ന പ്രാർത്ഥനയിൽ ജോയിൻ ചെയ്യൂ. അതുപോലെ എല്ലാ വെള്ളിയാഴ്ചയും 10 മുതൽ 12:30 വരെ സിസ്റ്റേഴ്സിൻ്റെ ഒരു സ്പെഷ്യൽ മീറ്റിംഗ്, സഹോദരിമാരുടെ മീറ്റിംഗ് നടക്കുന്നു. നിങ്ങൾ സഹോദരിമാർ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വന്ന് സംബന്ധിപ്പാൻ ഓർപ്പിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രയർ ടവറിൻ്റെ നമ്പർ താഴെയുണ്ട്. നിങ്ങൾക്ക് എളുപ്പം വേണമെങ്കിലും വിളിക്കാം. വിളിച്ചാൽ ഫോൺ അറ്റൻഡ് ചെയ്യും. നിങ്ങളുടെ വിഷയങ്ങൾ ഷെയർ ചെയ്യുക. ആയിരക്കണക്കിന് ജനത്തിന് ഈ പ്രാർത്ഥനാ ഗോപുരത്തിലൂടെ ആമേൻ ആമേൻ വലിയ വിടുതലുകൾ ലഭിച്ചു കഴിഞ്ഞു. ആമേൻ. നിങ്ങൾ വിളിക്കുക. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.